ഒരു ഭാര്യ ധ്യാനം കൂടാൻ പോയി. ഭർത്താവ് ചോദിച്ചു, ധ്യാനം കൂടിയിട്ട് നിനക്ക് എന്നാ അടി മെച്ചം? ഭാര്യ പറഞ്ഞു, വിഷം തന്നെ കൊല്ലാത്തത് അതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞവരേ ഉള്ളൂ. കുറേയെങ്കിലും നന്മ കുറച്ചെങ്കിലും ഉണ്ടാകുന്നു. എനിക്കിതിനേക്കാൾ മോശമാകാമായിരുന്നു. മുഴുവൻ പേര് നന്നാക്കാൻ പറ്റിയെന്നുള്ളതല്ല, 10 പേർക്കെങ്കിലും ഒരു നല്ല നന്മയുടെ സ്പാർക്ക് കിട്ടിയുള്ളൂ. അതിൻ്റെ ഫലം വ്യക്തിപരമായിട്ട് അറിയാം. അനേക ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ അച്ഛനും അപ്പം കോടതിയിലെ വക്കീലാണ്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ പോകുന്നു. എത്രയോ കേസുകൾ ഈ മൊബൈലിൽ ചെറിയ പടം കണ്ടിട്ട് ഈ അച്ഛനോട് പോയി വേണ്ടിയാക്കാവുന്നത്. കുടുംബ കോടതി ജഡ്ജി തന്നെ പറഞ്ഞു വിടും, ഈ അച്ഛനെ പോയി എന്ന് കേൾക്കും. അപ്പം ആ വഴി നമ്മൾ അറിയാതെ ഇൻ്റർനെറ്റിലായിട്ടും കൊച്ചു ഇപ്പം കുറവരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ ആൾ തീരുമാനം ഒരു കുടുംബ കേസ് എൻ്റെ അടുത്ത് ആദ്യം വിടും. കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ഐ അത് ചെയ്യും, അല്ലെ അവിടെ നിന്ന് ക്ലോസ് ചെയ്യും. അതൊക്കെ ഈ മീഡിയയിൽ കിട്ടിയ കൊച്ചു കൊച്ചു സ്വാധീനമാണ്. ഇതിനുള്ള ഒരുപാട് ഒരുപാട് മീഡിയയിലിങ്ങനെ പങ്കുവെക്കാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഒറ്റ വാക്ക് പറയാവുള്ളൂ. അത് 3 പേരുടെ സന്തോഷം. ഒരു സെൻറ്റൻസ്: കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും പറയുന്ന ഒറ്റ വാക്കാണ്, പിടിച്ചു നിൽക്കണം കേട്ടോ. ഒറ്റ വാക്ക്. അച്ഛൻ്റെ ഇതുപോലുള്ള കുറെ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും അനുകരിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അച്ഛന് വിഷമം തോന്നാറുണ്ടോ? അത് വിശാലയുടെ കൂടിയുള്ള ഒരാള് 2 പേര് ഇങ്ങനെ അവർ തന്നെ പിടിക്കും. പക്ഷേ നോക്കിയിട്ട് പറയാമോ ഒത്തൊന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തരാറുണ്ട്. പിന്നെ ഓക്കെ, നമ്മളൊരു പൊതു മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവസി ഇല്ല. പിന്നെ അതൊന്ന് വിട്ടുകൊടുക്കാനേ പറ്റും. അല്ല നമ്മൾ ഒതുങ്ങിയിരുന്നോ, ഇറങ്ങിയോ അത് പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിൽ അനുകരിക്കും. ഓക്കെ, അവർക്കതൊരു വരുമാന വഴിയും അല്ലേ, നമുക്കൊരു തീരുമാനവും അവർക്കൊരു വരുമാനമായിട്ട്. ഹലോ അച്ഛ, അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതിവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും ജനസമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? അത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണത്. വളരെ നല്ല മൂല്യമുള്ള ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകുന്നു. കാരണം അത് സ്വീകാര്യത ആരും കൊടുക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ അതും ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റമായിരിക്കാം. ഒരുപക്ഷെ യുവജനങ്ങൾക്കൊക്കെ തോന്നുമ്പം ചുമ്മാ ഇരുന്ന് കാണുന്ന ഒരു പഴഞ്ചക്കഥ പോലെ ആയിരിക്കാം അത് തോന്നുന്നത്. അവരാണല്ലോ കൂടുതൽ പടത്തിന് പോകുന്നവരും. ഇപ്പോൾ കാരണന്മാരെ പോകുന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതാകാം. പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തേണ്ടതാണ്. ആര് പടം ഇറക്കിയാലും ചെറിയ നന്മയുടെ സ്പാർക്കുള്ളതാണോ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എൻ്റെ പ്രസംഗത്തിൽ ഞാനത് പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്, പലതും അങ്ങനെ തള്ളപ്പെട്ടു പോകും. ശ്രദ്ധിച്ച് വരേണ്ട ചില പടങ്ങൾ പയ്യെ തള്ളി പോകും. ഇപ്പോൾ അച്ഛൻ തന്നെ പല കാര്യങ്ങളും സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് വളച്ചൊടിക്കപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ള സമൂഹങ്ങൾ എടുക്കാറ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ രാജകന്യ എന്ന സിനിമ അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണോ ഇറങ്ങുന്നത്, അതുമല്ല മതപരമായിട്ടുള്ള രീതിയിലാണോ? എങ്ങനെയാണ് അച്ഛൻ നോക്കിക്കാണുന്നത്? ഞാനിത് പ്രാധാന്യം കൊടുത്തത് ഒരു പ്രാർത്ഥനയുടെ രീതിക്ക് അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന അനുഗ്രഹം, അത് ആ ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ അവതരിപ്പിക്കുന്നെങ്കിലും ആ ആശയത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ആരെയും പോവുകയെന്ന് കളിയാനൊന്നുമില്ലല്ലോ. വളരെ തന്മയത്വത്തോടെ കൊണ്ടുപോകുന്ന ഒരു കഥ. അതിൻ്റെ നല്ലൊരു ത്രില്ലുണ്ട് അതിനെക്കുറിച്ച് മൊത്തം അത് കാണുമ്പോൾ. അതിനകത്ത് തന്നെ അത് സ്വീകാര്യത വരാൻ, കമൻറ്റ് വരാൻ സാധ്യത വളരെ കുറവാണ്. സാധ്യത